എല്ലാവർക്കും നമസ്കാരം. കൊറിയ ജപ്പാൻ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കൊറിയയിലും ജപ്പാനിലും ഞങ്ങൾ കഴിച്ച ലഞ്ചും ഡിന്നറുമായി കഴിച്ച ട്രഡീഷണൽ ഭക്ഷണങ്ങളാണ്. ഇതെല്ലാം വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ്. എല്ലാ ഹോട്ടലുകളിലും മേശയുടെ മുകളിൽ ഓരോ സ്റ്റൗ വെച്ചിട്ടുണ്ടാവും. അതിൽ ഭക്ഷണം ചൂടാക്കിയാണ് നമ്മൾ കഴിക്കുന്നത്. ഈ കാണുന്നത് ടോഫു ആണ്. സോയാബീൻ വെള്ളത്തിൽ കുതിർത്ത് അരച്ച് പാലെടുത്ത് ഉണ്ടാക്കുന്നതാണ് ടോഫു. ടോഫുവും പച്ചക്കറികളും എല്ലാം ചൂടാക്കി നമ്മളതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് കഴിക്കുന്നത്. പിന്നീട് കഴിച്ചത് കിംചിയാണ്. കിംചി എന്നാൽ ക്യാബേജും മുള്ളങ്കിയും പുളിപ്പിച്ച് ഉപ്പിലിട്ട് ഉള്ള ഒരു വസ്തുവാണ്. കിംചി അച്ചാറിന് പകരമാണ് കഴിക്കുന്നത്. ഇവരുടെ പ്രധാന വിഭവങ്ങളിൽ ഒന്നാണ് സീവീഡ്. ഇവർ സാധാരണയായി ഉപയോഗിക്കുന്നത് എള്ളെണ്ണയാണ്, സെസ്മി ഓയിൽ. ഇവർ മസാലകളൊന്നും അധികം ചേർക്കാറില്ല. ഇവർ കൂടുതലും കഴിക്കുന്നത് വെജിറ്റബിൾസ് ആണ്. ചോറ് പേരിന് മാത്രം ഒരു കട്ടോരിയിൽ കുറച്ച്. ഈ കാണുന്നത് വെജിറ്റബിൾസും സ്പ്രിംഗ് ഓണിയൻ ആണ്. കിംചി ഇപ്പോൾ യോഷോക്കു സ്റ്റൈലിലാണ് കഴിക്കുന്നത്. യോഷോക്കു എന്നത് കൊറിയ ജപ്പാൻ ഭക്ഷണ രീതിയും വെസ്റ്റേൺ ഭക്ഷണ രീതിയും ചേർന്നിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ്. സീവീഡ് എന്നത് കടൽപ്പായൽ ഉണക്കി ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം വെജിറ്റേറിയൻ ഐറ്റംസ് ആണ്. ഉപ്പും മുളകും പുളിയും എരിവുമെല്ലാം വളരെ കുറച്ചു മാത്രം. നമ്മളെല്ലാം സ്വയം ചൂടാക്കി വേണം കഴിക്കാൻ. ബീൻസ്, പയറ് തുടങ്ങിയവയാണ് മറ്റു പ്രധാന വിഭവങ്ങൾ. ടോഫു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. എണ്ണയും മസാലയും ഒന്നും അധികം കഴിക്കാത്ത കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു ജപ്പാനിലും കൊറിയയിലുള്ളവരെല്ലാം വളരെ ആരോഗ്യവാന്മാരാണ്. മാത്രമല്ല, ഈ ഭക്ഷണമെല്ലാം കഴിച്ച ദിവസം ഞങ്ങൾക്ക് വയറ് വളരെ ലൈറ്റായിട്ട് അനുഭവപ്പെട്ടു. സാധാരണ മസാല ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊരു ഘനം തോന്നുമല്ലോ. അതുണ്ടായില്ല. വളരെ ലൈറ്റ് ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ എല്ലാം ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് ടോഫു സൂപ്പാണ്. മത്തങ്ങ കൊണ്ടുള്ളൊരു ഭക്ഷണവും കണ്ടു ഞങ്ങൾ. മത്തങ്ങ മാവിൽ മുക്കി എള്ളെണ്ണയിൽ വറുത്തെടുത്തത്, നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ. നോക്കൂ, ചോറെല്ലാം എത്ര കുറച്ച്. നോൺ വെജിറ്റേറിയൻ ഐറ്റംസിൽ ഷ്രിംപ് എന്നുള്ളൊരു ഫിഷാണ് ഈ കാണുന്നത്. കമാബോക്കോ എന്നൊരു ഫിഷും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ കണ്ടു. മത്തങ്ങ പഴംപൊരി പോലെ ഉണ്ടാക്കുന്നതിന് കബോച്ച എന്നാണ് അവിടെ പറയുന്ന പേര്. പലതരം ചീരകളും വെജിറ്റേറിയൻ വിഭവങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവിടെയുള്ളവർ ചോപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കഴിക്കാൻ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കി. ചോറ് വരെ അതിൽ എടുത്ത് കഴിക്കുന്നു. അത്ഭുതം തന്നെ. 2 ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കും കഴിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയായാലും കൊറിയക്കാരുടെയും ജപ്പാൻകാരുടെയും ഭക്ഷണ രീതി വളരെ ഹെൽത്തിയാണ് എന്നുള്ളത് മനസ്സിലായി. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.